നമുക്കിതേ മണ്ഡപേശ്വർ കേവ് ഒന്ന് കണ്ടിട്ട് വന്നാലോ. ഈ ഒരു കേവിന്റെ ലൊക്കേഷൻ വരുന്നത് മുംബൈ ബോരിവാലിയിലാണ്. അവിടെ ചെന്നിട്ട് ഒരു ഓട്ടോ പിടിച്ചിട്ട് ഈ ഒരു കേവിലേക്ക് എത്തിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും കറക്റ്റ് എത്തിക്കും. ഇങ്ങോട്ടേക്ക് കയറുന്ന സമയത്തും എല്ലാവരും എന്നെ രൂക്ഷമായിട്ടൊക്കെ നോക്കുന്നുണ്ട്. എന്താണെന്ന് ഉള്ള കാര്യം എനിക്ക് മനസ്സിലായില്ല. ഇങ്ങോട്ടേക്ക് കയറിയ ടൈമിൽ എല്ലാ കേവ് പോലത്തെ ഒരു കേവ് എന്ന രീതി തന്നെയാണ് ഞാനും വിചാരിച്ചത്. പക്ഷെ അങ്ങോട്ടേക്ക് കയറി കഴിഞ്ഞപ്പോഴാണ് അത് ഒരു അമ്പലമായിട്ടാണ് അത് ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അതിൻ്റെ അകത്ത് പൂജ കാര്യങ്ങൾ അങ്ങനെ പല സംഭവങ്ങളും. ഞാൻ ഈ ഒരു വേഷത്തിൽ വന്നതുകൊണ്ട് എല്ലാവരും എന്നെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഏകദേശം 1500 വർഷത്തെ പഴക്കമുണ്ട് ഈ ഒരു കേവിന്. ഈ ഒരു കേവിന് മണ്ഡപേശ്വർ എന്ന് പറയാനായിട്ടുള്ള കാരണം, അല്ലെങ്കിൽ ഈ ഒരു പേര് വരാനായിട്ടുള്ള കാരണം, മണ്ഡപത്തിൻ്റെ ഈശ്വർ എന്ന അർത്ഥത്തിലാണ് ഈ ഒരു കേവിന് മണ്ഡപേശ്വർ കേവ് എന്ന് പറയുന്നത്. പണ്ട് കാലങ്ങളിൽ ഇത് ബൗദ്ധ സന്യാസിമാരുടെ താമസത്തിനൊക്കെ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നിട്ടുള്ള ഈ ഒരു കേവ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഒരു അമ്പലമായിട്ടാണ്. അതിൻ്റെ അകത്തെ പ്രതിഷ്ഠ വരുന്നത് ശിവനാണ്. ഇതിലെ മെയിൻ കേവിൻ്റെ അകത്ത് ശിവൻ, പാർവതി, ഗണപതി അങ്ങനെ ഒരുപാട് ദേവരൂപങ്ങളൊക്കെ അവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് ഞാൻ കയറിയില്ല. ഉള്ളത് പറയാലോ, ഞാൻ കുളിക്കാതെയാണ് വന്നത്. ഇവിടെ ഒരു അമ്പലമാണെന്നും ഇവിടെ ഒരു പ്രതിഷ്ഠയുണ്ട് എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. ഗൂഗിളിൽ തപ്പിയപ്പോൾ ബോരിവാലിയിൽ ഒരു കേവ് ഉണ്ട് എന്ന് മാത്രം പറഞ്ഞ് ഒരു ഇതിനകത്താണ് ഞാൻ ഇങ്ങോട്ടേക്ക് എത്തിപ്പെട്ടത്. ഈ ഒരു കേവ് എക്സ്പ്ലോർ ചെയ്യാൻ വന്നപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു ഇതൊരു അമ്പലമാക്കി മാറ്റിയെടുത്തേക്കാണ് ഇപ്പോൾ എന്നുള്ള കാര്യം. പണ്ട് 16-ാം നൂറ്റാണ്ടിൽ ഈ ഒരു കേവ് ക്രിസ്ത്യൻസിൻ്റെ ഒരു ആരാധനാലയമായിട്ട് ഉപയോഗിച്ചിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. ഈ ഒരു കേവിൻ്റെ മുകളിലായിട്ട് പള്ളി നിർമ്മിച്ചിട്ടുള്ളതിൻ്റെ എല്ലാ തെളിവുകളും നമുക്ക് അവിടെ നിന്ന് കിട്ടും. അതുപോലെ തന്നെ ആ കേവിൻ്റെ അകത്ത് ഈ ക്രിസ്ത്യൻസിൻ്റെ എന്തൊക്കെയോ മതത്തെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള കുത്തുപണികൾ കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് വായിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് പണ്ട് ഒരു ക്രിസ്ത്യൻ ആരാധനാലയമായിട്ടും ഉപയോഗിച്ചിരുന്നിട്ടുണ്ട് അന്നത്തെ കാലത്ത്. ശരിക്കും പറഞ്ഞ് ഈ ഒരു കേവിലേക്ക് വരുമ്പോൾ ഒരുപാട് നടക്കാനുണ്ടാവും, ഒരുപാട് കയറ്റങ്ങൾ കയറാനുണ്ടാവും, ഒരുപാട് കാണാനായിട്ടുണ്ടാവും എന്ന രീതിയിലാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ ഇത് ചെറിയൊരു കേവാണ്. ഇവിടെ ഇത്രേ ഉള്ളൂ കാണാനായിട്ട്. അതിൻ്റെ മുകളിലേക്ക് കയറണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങോട്ടേക്ക് കയറാൻ വേണ്ടി അങ്ങോട്ടേക്ക് എത്തിയപ്പോഴേക്കും അവിടുത്തെ ഒരു സെക്യൂരിറ്റി ഗാർഡ് പറഞ്ഞു അതിൻ്റെ മുകളിലേക്ക് എൻട്രി കാര്യങ്ങളില്ല എന്നുള്ള കാര്യം. അതെന്താണെന്നുള്ളത് എനിക്കറിയില്ല. ചിലപ്പം അവിടെ ഈ പാറ ഫുള്ള് വഴുവഴുക്കലായതുകൊണ്ടായിരിക്കുമോ എന്ന് അറിയത്തില്ല. അങ്ങോട്ടേക്ക് കയറില്ലേ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പുറത്തെ വഴിയിലൂടെ നമുക്ക് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അതിലൂടെ നടന്ന് കയറാൻ വേണ്ടി പോയപ്പോഴും സെക്യൂരിറ്റി പറഞ്ഞു അങ്ങോട്ടേക്ക് നോ എൻട്രി ആണ്, അതിലൂടെയും പോകാൻ പാടില്ല എന്നുള്ളത്. പിന്നെ നോ എന്ന് പറയുമ്പോൾ അത് ചെയ്യണം എന്നുള്ള തോര ഉണ്ടല്ലോ, എന്നാലും നോ എന്ന് പറഞ്ഞാൽ നോ എന്ന് തന്നെയാണ്.